ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണം സ്പെഷ്യലിന് വേണേൽ പറയാം. ഓണം സ്പെഷ്യലായിട്ട് ടീനേജേഴ്സിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു മോഡൽ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു മോഡലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓൺലൈനിൽ എനിക്കെൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ ഒരു ഡ്രസ്സ് റെഫർ ചെയ്തത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൺലൈനിൽ ഒരു 4000 ഒക്കെ വില വരുന്ന ഈ ഒരു ഡ്രസ്സ് ഞാൻ വെറും 500 രൂപക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ബ്രൊക്കേഡാണ് നമ്മൾ ഫാബ്രിക് യൂസ് ചെയ്യുന്നത്. 3 മീറ്റർ എടുത്തിട്ടുണ്ട്. ലൈനിങ് 2 മീറ്റർ മാത്രമേ എടുത്തിട്ടുള്ളൂ. എനിക്ക് ഈ ഒരു ഫാബ്രിക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ലൈനിങ്ങിനും ഇതിനൊക്കെ ഉൾപ്പെടെ എനിക്ക് 500 സംതിങ് ആയിട്ടുള്ളൂ. ലൈനിങ് ഞാൻ കുറച്ച് റേറ്റ് ഉള്ളത് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആണ് കുറച്ചും കൂടി നല്ല റേറ്റ് ആയത്. ഈ ഒരു ബ്രൊക്കേഡിന് 100 സംതിങ്ങേ വരുന്നുള്ളൂ 1 മീറ്ററിന്. അങ്ങനെയാണ് മൊത്തത്തിൽ 500 രൂപേൻ്റെ ഉള്ളിൽ ഞാനിത് ചെയ്തെടുത്തത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് എന്നുള്ളത് കാണിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം. ഇനി നമുക്കിതെങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം. ലൈനിങ്ങിൽ കട്ട് ചെയ്ത് കാണിച്ചു തരാം. കാരണം ഇത് പ്ലെയിൻ ആണല്ലോ, അപ്പോൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ലൈനിങ്ങിലാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഞാൻ ഇങ്ങനെ രണ്ടായിട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ക്ലോത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എത്രയാണ് നിങ്ങൾക്ക് ടോപ്പിൻ്റെ ലെങ്ത്ത് വേണ്ടത്. ഇപ്പോൾ 41, 42 എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷോൾഡർ ഇതിന് കൊടുക്കുന്നില്ല. കാരണം ഷോൾഡർ എന്ന് പറയുന്ന ഇതിൽ വരുന്നില്ല. ഷോൾഡർ നമ്മൾ ഈ സ്ലീവിൻ്റെ കൂടിയാണ് എടുക്കുക. നമ്മൾ ഇതിൽ കൊടുക്കേണ്ടത് നെക്കിൻ്റെ വിടുത്താണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് എത്ര നെക്ക് വിടുത്ത് വേണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. അതിപ്പോൾ എത്ര വിടുത്ത് നോർമൽ നമുക്ക് നമ്മൾ പകുതിയായിട്ട് വെക്കുമ്പോൾ ഒരു 3, 4 അതിലും കൂടാൻ പാടില്ല. അപ്പോൾ ഭയങ്കര വൈഡായിപ്പോവും. അപ്പം ഞാൻ 4 എടുക്കുന്നത്. കാരണം ഇതിൻ്റെ കൂടെ തന്നെ തയ്യൽ തുമ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് കുറഞ്ഞ് വരുക ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് 4 എടുക്കുക. 4 കൂടരുത്, 4 എടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ ഇങ്ങനെയാണ് നമുക്ക് സ്ലീവ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ നമ്മൾ നെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എത്രയായിരിക്കും എടുക്കുക. ഞാനിപ്പോൾ എൻ്റെ തയ്യൽ തുമ്പ് എടുക്കുകയാണെങ്കിൽ ഞാൻ 7 എടുക്കുക. ഓക്കെ, ഇതേപോലെ വെച്ച് കഴിയുമ്പോഴത്തേക്കും 7 ഞാൻ പൊതുവേ എടുക്കാറ്. പക്ഷെ നമുക്ക് ഇതിൽ തയ്യൽ തുമ്പ് ആം ഹോള് നമ്മൾ എന്ത് ചെയ്യണം, നെക്കിൻ്റെ ഇറക്കം എത്ര വേണമെന്നുള്ളത് മാർക്ക് ചെയ്യുക. നമ്മളിപ്പോൾ നെക്കിൻ്റെ ഇറക്കം ഞാനിപ്പോൾ ഒരു 5 ഇഞ്ച് ഇറക്കം മാത്രമേ നെക്കിന് ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കി വരിക എത്രയാണ്, 2 അല്ലേ നമുക്ക് ബാക്കി കിട്ടുക. ഇറക്കം കഴിഞ്ഞിട്ട് ബാക്കി 2 കിട്ടുക. അപ്പോൾ 6 ഇഞ്ചാണ് ഇറക്കം വയ്ക്കുന്ന ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ 1 ഇഞ്ച് എടുക്കുക. ഇനി അതിലും കുറഞ്ഞിട്ടാണ് എടുക്കുന്നതാണ് അങ്ങനെ. അത് ഞാൻ ജസ്റ്റ് അവിടെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. ഈ ഒരു 2 ഇഞ്ച് എന്നിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് വരയ്ക്കുന്നതെന്നുള്ളൂ. അതല്ല നമ്മുടെ ഇത് വരിക, നമ്മുടെ ഇപ്പുറത്തെ സൈഡിലാണ് വരിക. അത് ഞാൻ ജസ്റ്റ് വരച്ചെന്നുള്ളത് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി അവിടെ 2 മാർക്ക് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇങ്ങനെ നമ്മുടെ ബോഡി ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ചെസ്റ്റിൻ്റെ അവിടെയുള്ള അളവുണ്ടല്ലോ അത് മാർക്ക് ചെയ്യുക. പിന്നെ ഷേപ്പ് മാർക്ക് ചെയ്യുക. ഇതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഒരു കട്ടിങ് ഇങ്ങനെ വരാനുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഈ ഒരു 4 ഇഞ്ച് വിടുത്തിൽ നമുക്ക് താഴെ വരയ്ക്കും സ്ട്രെയിറ്റ് ആയിട്ടൊരു കട്ടിങ് വരാനുണ്ട്. ഓക്കെ, താഴെ വരയ്ക്കും ഒരു കട്ടിങ് വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എൻഡ് വരെ ഇങ്ങനെ 4 ഇഞ്ചിൽ താഴെ വരെ മാർക്ക് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? ഇതേപോലെ 4 ഇഞ്ചിൽ താഴെ വരെയും മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അത് സ്കെയിൽ വെച്ച് വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതേപോലെ സ്കെയിൽ വെച്ച് വരച്ചിട്ടുണ്ട് കേട്ടോ. താഴെ വരയ്ക്കും സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുക ചെയ്യുന്നത്. അത് നമ്മൾ കട്ട് ചെയ്യാറായില്ല, ജസ്റ്റ് ഇതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് കട്ട് ചെയ്യും നമ്മൾ. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പിന്നെയും തയ്യൽ തുമ്പ് എക്സ്ട്രാ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നേരത്തെ വരച്ചിട്ടുള്ളത്, നമ്മളിപ്പോൾ 9 നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് എടുത്തിട്ടുണ്ടെങ്കിൽ 10 എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഷേപ്പിൻ്റെ എടുക്കുക, ഒക്കെ 1 ഇഞ്ച് കൂടുതൽ എടുക്കുക. ഓക്കെ, നേരത്തെ വരച്ചത് ഞാൻ ജസ്റ്റ് ഇവിടെ വരച്ച് കാണിച്ചതേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്രയാണോ അളവ് എടുക്കുന്നത് അതൊക്കെ 1 ഇഞ്ച് കൂടുതൽ എടുക്കുക. കാരണം നമ്മളിനി ഈ സെൻറ്ററിൽ നമുക്ക് കട്ടിങ് വരുമ്പോൾ അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താവും, ടൈറ്റ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതേപോലെയാണ് ചെരിച്ചിട്ടാണ് ഇവിടുന്ന് ഇങ്ങനെ ചെരിച്ചിട്ടാണ് നമുക്ക് വരച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ഇതേപോലെയാണ് ചെരിച്ചിട്ടാണ് വരച്ചു കൊടുക്കേണ്ടത്. അത് എത്ര താഴ്ത്തിയിട്ടാണ് വരച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് വരച്ചിട്ടില്ല. കാരണം നമ്മുടെ ആം ഹോള് 2 ഇഞ്ച് താഴ്ന്നിട്ടല്ലേ നേരത്തെ നമ്മൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ. ഇവിടെ ഞാൻ ജസ്റ്റ് ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് അവിടെയല്ല വരയ്ക്കേണ്ടത്. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഈ 2 ഇഞ്ച് ഇവിടത്തേക്കാണ് നമുക്ക് കിട്ടേണ്ടത്. കണ്ടില്ലേ, അത് ഞാൻ ജസ്റ്റ് അവിടെ വരച്ചു കൊടുത്തതേ ഉള്ളൂ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വരയങ്ങ് വരച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരുന്നെന്ന് തോന്നി കഴിഞ്ഞാൽ ആ 2 ഇഞ്ച് താഴ്ത്തിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വരച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നോർമലി ഞാനിപ്പോൾ ഷോൾഡർ എടുക്കുക 7 ആയിരിക്കും. എന്നിട്ട് ഇവിടെ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ആം ഹോളും കാര്യങ്ങളൊക്കെ ഇതേപോലെയാണ് നമ്മുടെ വരിക.
ഇതേപോലെ വന്നിട്ട് അവിടുന്ന് ആം ഹോളും കാര്യങ്ങളൊക്കെ ഇതേപോലെ ഇങ്ങനെ താഴ്ന്നിട്ട് അങ്ങനെയൊക്കെയാണല്ലോ വരിക. ഇത് നെക്കിൻ്റെ അവിടുന്ന് ഉള്ളത് ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇവിടത്തേക്ക് ഇങ്ങനെ ഒരു ചെരിവ് വന്ന് ഇവിടുന്ന് ഇങ്ങനെയാണ് നമ്മുടെ ആം ഹോൾ. ഇപ്പോഴത്തേക്ക് നമ്മൾ ഇതേപോലെയാണ് വരുന്നത്. ബാക്കിയൊക്കെ സ്ലീവിൻ്റെ കൂടെ വരും. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് വരേണ്ട കാര്യമില്ല. ഇതേപോലെ ജസ്റ്റ് ഇതൊക്കെ നമ്മൾ സ്ലീവിൻ്റെ കൂടെ വരുന്നതാണ്. ഇവിടുന്ന് ഇങ്ങനെ സ്ലീവിൻ്റെ കൂടെയാണ് വരിക. ഓക്കെ, ഇനി ഇതിൻ്റെ താഴെ ഭാഗമൊക്കെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അതൊന്നും നമ്മൾ വരച്ചു കൊടുത്തില്ലല്ലോ, ജസ്റ്റ് ബോഡി ഷേപ്പിൻ്റെ അവിടെ വരെയല്ലേ കൊടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ താഴത്തെ ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യണ്ട, ഒരുപാട് ലൂസ് ചെയ്തിട്ട് അങ്ങനെ എടുക്കണ്ട. കാരണം ഇതൊരു ഷേപ്പായിട്ട് നിൽക്കുന്ന പോലത്തെ ഡ്രസ്സാണ്. എന്നാലും കുറച്ച് ലൂസ് ഇരുന്നോട്ടെ. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിപ്പോൾ സൈഡ് ഓപ്പൺ വെച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ ചെയ്യുന്നതാണെങ്കിൽ സൈഡ് ഓപ്പൺ ഉള്ള ഡ്രസ്സിന് നമ്മൾ ഒരു കറക്റ്റായിട്ടുള്ള അളവല്ലേ എടുക്കുക. അപ്പോൾ അതിലും കുറച്ച് ലൂസായിട്ട്. ഓക്കെ, എന്നിച്ചിട്ട് ഭയങ്കര ടൈറ്റും അല്ല ഭയങ്കര ലൂസും അല്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രമേ എന്തെടുക്കാവുള്ളൂ. ഇത് വല്ലാണ്ട് വലിയ ഫ്രോക്ക് പോലെ വല്ലാണ്ട് വീതി വേണ്ട. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു അളവിനനുസരിച്ചിട്ട് ഞാൻ കൊടുത്തത് 10, 12 ആ ഒരു വിടുത്ത് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, താഴത്തെ ഭാഗമൊക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് ഇതേപോലെയാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതേപോലെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഈ ഒരു ചെരുവ് മാത്രമേ കട്ട് ചെയ്യേണ്ടുള്ളൂ, ബാക്കിയൊന്നും കട്ട് ചെയ്യണ്ട. വരച്ച് വെച്ചതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വരച്ചതേ ഉള്ളൂ. പിന്നെ ഈ ഒരു കട്ടിങ്ങും മാത്രമേ നമുക്ക് ഈ ഒരു ടോപ്പിൽ കട്ട് ചെയ്യാനുള്ളൂ. ഈ ഒരു 2 കട്ടിങ് മാത്രമേ നമുക്ക് ഇതിൽ വരുന്നുള്ളൂ. കണ്ട് ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ ക്ലോത്തിൽ നമുക്ക് ഈ ലൈനിങ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ക്ലോത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേളിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈനിങ് പീസ് ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, എങ്ങനെയാണോ ലൈനിങ് പീസ് ഉള്ളത് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ല, ഇതേപോലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ സെൻറ്ററിലുള്ള പീസും കൂടി കട്ട് ചെയ്യുക. സെയിം എങ്ങനെയാണോ ലൈനിങ്ങിൽ കട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ 2 പീസ് നമ്മൾ ഇതിലും കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് വേണ്ടത് ഈ നെക്കിൽ, ഈ സെൻറ്ററിൽ പീസിലാണ്, നെക്കിൽ സെൻറ്ററിൽ 1 ഇഞ്ച് താഴ്ത്തിയിട്ട് ഇതേപോലെ വെച്ചിട്ടുണ്ട്. കാരണം ഒരു ഡയമണ്ട് ഷേപ്പ് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഈ ചെരിവ് ഇങ്ങനെ നേരെ സെൻറ്ററിലാണേ പറയുന്നത്, സെൻറ്ററിൽ. അത് സ്ക്വയറാണ് ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ സ്ക്വയർ എടുക്കാം നെക്ക്. ഓക്കെ, അപ്പോൾ നെക്കിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി സ്ക്വയർ നെക്കാണ് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല. ഇനി നമുക്കിതിൽ സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. സ്ലീവാണ് ഇതിലിനി കുറച്ചും കൂടി നോക്കാനുള്ളത്. ആദ്യം ക്ലോത്ത് 2ആയിട്ട് മടക്കി അത് കഴിഞ്ഞിട്ട് ഇതേപോലെ 4ആയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള സ്ലീവാണേ വരിക. അതുകൊണ്ട് തന്നെ ചെറിയ ക്ലോത്തിൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ട് ക്ലോത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് നമ്മൾ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ വരേണ്ട ഭാഗമാണ്. ഇത് ഈ ഒരു ഭാഗം ഷോൾഡറിൻ്റെ സെൻറ്ററിലാണ് വരിക. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം. ഇതേപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ, 4 പീസ് ഉണ്ടാവുക മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഈ ക്ലോസ് ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ഇത് നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. സ്ലീവിൻ്റെ സെൻറ്ററിലും ഷോൾഡറിൻ്റെ ആ ഭാഗത്തായിട്ട് അളവൊക്കെ നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിതിൽ 2 ഇഞ്ച് മാത്രമേ ഷോൾഡർ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഈ 2 ഇഞ്ച് ഷോൾഡറിനും പിന്നെ ഇത് നമ്മൾ മടക്കി തയ്ക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് 1 ഇഞ്ച് അതിനും മടക്കി തയ്ക്കാനും കൂടിയിട്ടുള്ള 3 ഇഞ്ച് എന്നിട്ട് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. 2 ഇഞ്ച് ഷോൾഡർ, അത് കഴിഞ്ഞിട്ട് 1 ഇഞ്ച് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സ്ലീവിൻ്റെ ലെങ്ത്താണ് ഇനി ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എത്ര സ്ലീവിൻ്റെ ലെങ്ത്ത് വേണം, ഞാൻ മുട്ട് വരെ മാത്രം എന്താ പറയുക, മുട്ടിന് താഴെ പോകണ്ടെന്നുള്ളതുകൊണ്ട് അതൊരു 12 ഇഞ്ച്. അപ്പോൾ മൊത്തത്തിൽ എത്രയാണ് വരുന്നത്, 12ഉം പിന്നെ അതിൻ്റെ കൂടെ ഒരു 3 എക്സ്ട്രാ ഉണ്ടല്ലോ, അങ്ങനെ മൊത്തം 15ലാണ് ഇത് മൊത്തത്തിലേ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയും എൻ്റെ എന്തുള്ളൂ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നുള്ളൂ. അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ടാണ്, അവിടെ ചെറുതായിട്ടൊന്ന് വളഞ്ഞു പോയിട്ടുണ്ട്, അത് സ്ട്രെയിറ്റ് ആയിട്ടാണ് വരേണ്ടത്. അപ്പോൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ഇനി അത് ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത്. ഇനിയുള്ളത് നമ്മുടെ ഫ്രില്ല് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളതും പിന്നെ ആം ഹോൾ വരാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ് ഇനി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതെങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ എന്താ പറയുക, നെക്കിൻ്റെ ലെങ്ത്ത് നമ്മളിപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് 5 മതി എന്നാണ് എൻ്റെ ഞാൻ 5 മതി എന്നുള്ളതുകൊണ്ട് ജസ്റ്റ് ഇവിടെ ഇതൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. 5 ഇഞ്ച് നമ്മളെ നെക്കിൻ്റെ ലെങ്ത്തും ബാക്കി വരുന്നത് മൊത്തം എന്ത് ചെയ്യുന്നത് ആ ഫ്രില്ലിന് വേണ്ടിയിട്ടാണ്. അത് എത്ര വരുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, എത്ര വീതിയുള്ള ക്ലോത്ത് എടുക്കുന്നു അതിനനുസരിച്ചിട്ട്. അപ്പോൾ ബാക്കി വരുന്നതൊക്കെ ഈ ഫ്രില്ലിന്, പക്ഷേ അത്രയും വേണ്ട. ഞാൻ ബാക്കി വരുന്നത് മൊത്തം എന്ത് ചെയ്യുന്നത്
ഫ്രില്ലായിട്ട് എടുക്കുക ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് നമ്മളിത് ആം ഹോൾ കട്ട് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഈ ഒരു പീസ് ഇതേപോലെ വെച്ചിട്ടാണ് നമ്മൾ ആം ഹോൾ വരച്ചെടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഡൗട്ട് വരണ്ട. ഇനി മെയിനായിട്ടുള്ള ക്ലോത്ത് വെച്ച് കാണിച്ചു തരാം. ഈ ഒരു പീസ് ഇങ്ങനെയല്ലേ ഉണ്ടാവുക. ഇത് ഇവിടെ എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ആം ഹോള് പിന്നെ സ്ലീവ് എല്ലാം ഉൾപ്പെടെ നമുക്ക് വരേണ്ടത് ഇതാണ്. അപ്പോൾ അതിൽ ഈ സെൻറ്റർ അങ്ങോട്ട് മാറ്റുക. സെൻട്രൽ പീസ് നമുക്ക് ആവശ്യമില്ല. ഈ സൈഡിൽ വരുന്ന ഈ ഒരു ഒറ്റ പീസേ നമുക്ക് ആവശ്യമുള്ളൂ. അത് ഇതേപോലെ വെക്കുക. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഈ ചെരുവാണ് ഇതേപോലെയാണ് കിട്ടേണ്ടത്. കണ്ടില്ലേ, ഇതേപോലെ ചെരുവ് ഇതേപോലെ മേലോട്ട് കയറ്റി വെക്കാൻ പാടില്ല. അതിനാണ് ഇങ്ങനെ കാണിച്ചെന്ന്. മേലോട്ട് കയറ്റി വെക്കേണ്ട കാര്യമില്ല, നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയാൽ മതി. ഇതിങ്ങനെ ഇവിടെ വെച്ചിട്ട് ഈ താഴത്തെ ഭാഗം നമ്മുടെ ക്ലോത്തിൻ്റെ ഇവിടത്തേക്ക് ഇങ്ങനെ കിട്ടിയാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ബാക്കിയുള്ളത് ഇതേപോലെ സ്ട്രെയിറ്റ് ആക്കി കൊടുക്കുക. ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് ചരിച്ചിട്ട് കണ്ടില്ലേ, ഈ ഒരു പീസ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ടിങ്ങനെ വരച്ചെടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ നമ്മുടെ ഫ്രില്ല് വരേണ്ട ഭാഗമാണ്. ഈ ഒരു കട്ടിങ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഈ ഒരു കട്ടിങ് മാത്രമേ വരാനുള്ളൂ. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഇതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ. കണ്ടില്ലേ, ഇതേപോലെ വെച്ചിട്ട് ഈ ഒരു ചെരിവ് ഇതേപോലെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നെക്കിൻ്റെ സെൻറ്റർ ഇതൊക്കെ ചെറുതായിട്ട് ഫ്രില്ല് വന്നിട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് നമ്മുടെ നെക്ക്, ഷോൾഡർ, അത് കഴിഞ്ഞിട്ട് ഇത് സ്ലീവ്, ആം ഹോൾ ഒക്കെ മൊത്തത്തിലേ വന്ന് ഇത് നമ്മളെ നെക്കാണ് വരിക. ഇത് ഇതേപോലെ ചെറുതായിട്ട് ഫ്രില്ലായിട്ട് വരും. കണ്ടില്ലേ, ഇതേ ഫ്രില്ലായിട്ട് വരും. ഇത് ആം ഹോള്, പിന്നെ ബാക്കി വരുന്നത് അതിൻ്റെ കൂടെ തന്നെ സ്ലീവ്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആം ഹോളും പിന്നെ ലെങ്ത്തും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. കാരണം വെറുതെ നീട്ടി വലിച്ച് ലെങ്തി ആക്കണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ സെൻട്രൽ പീസാണ് എടുത്തിട്ടുള്ളത്. സെൻട്രൽ പീസ് ഇതേപോലെ എടുത്തിട്ട് വിത്ത് ലൈനിങ്ങിൻ്റെ കൂടെ ഇതേപോലെ വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യുക, നമുക്ക് രണ്ട് സൈഡും താഴത്ത് വരെയും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ലൈനിങ്ങിൻ്റെ, ഇത് നമ്മൾ അതിന് മുന്നേ തന്നെ ഇതാണ് ചെയ്ത് വെക്കേണ്ടത്. ഇതേപോലെ മടക്കുക, എന്നിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ ജോയിൻ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അത് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ലൈനിങ്ങുമായിട്ട് മൊത്തത്തിൽ ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നെക്ക് വേറൊരു പീസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ ഒരു പീസ് വെച്ചിട്ട് നെക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ വയ്ക്കുക. എന്നിട്ട് ഇതേപോലെ എന്ത് ചെയ്യാം, നമുക്ക് നെക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പം നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ പീസ് വെച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൊടുക്കേണ്ടത് രണ്ട് സൈഡിലും വരുന്ന പീസാണ് ഇനി അടുത്തതായിട്ട് കൊടുക്കേണ്ടത്. അതും ലൈനിങ്ങുമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. മൊത്തത്തിൽ ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇതേപോലെ താഴെ വരെ ഇതും ജോയിൻ ചെയ്യാം. അതിന് മുന്നേ ഈ ലൈനിങ്ങിൻ്റെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, അത് ശ്രദ്ധിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് ഫുള്ളായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മൾ മെയിൻ ക്ലോത്തിൽ സെൻറ്ററിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ രണ്ട് ഭാഗത്തുള്ള പീസും ഇതേപോലെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് എന്ത് ചെയ്യുക, എങ്ങനെയാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഈ ഒരു കോണുണ്ടല്ലോ, ഈ വരുന്ന കോണ് നമ്മുടെ ഈ സെൻട്രൽ പീസിൻ്റെ ആ കോണിൽ കറക്റ്റായിട്ട് ഇതേപോലെ വെച്ചിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത്. താഴെ വരയ്ക്കും ഫിറ്റ് ചെയ്യുക. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ലെഫ്റ്റും റൈറ്റും ഉണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഓപ്പൺ വെക്കുന്ന പോലെയാണ് വെക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. എന്ത് ചെയ്യാം, ഞാൻ ഒരു ഭാഗം ഫുള്ളായിട്ട് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ ഞാൻ ഓപ്പൺ വെക്കുന്നുണ്ട് ഫ്രണ്ടിൽ. ഏതെങ്കിലും ഒരു ഭാഗത്ത്, അങ്ങനെ ഇപ്പോൾ റൈറ്റോ ലെഫ്റ്റോ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് ഓപ്പൺ വെക്കാം. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഭാഗത്ത് ഞാൻ ഓപ്പൺ കൊടുക്കുകയാണ്. മുട്ടിൻ്റെ അവിടുന്ന് ഓപ്പൺ, മനസ്സിലായോ, മുട്ടിൻ്റെ അവിടുന്ന് ഓപ്പൺ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതെവിടെ ഇനി ഫുള്ളായിട്ട് ക്ലോസ് ആയിട്ട് ചെയ്യണമെന്ന് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി കണ്ടില്ലേ, ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ, ഇങ്ങനെ ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഓപ്പൺ നമ്മൾ സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ, ചുരിദാറിൻ്റെ സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ എന്ത് ചെയ്യുക, ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതൊക്കെ അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നത്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള സംഭവമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് പറയാത്ത. ഇതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഫ്രണ്ട് പീസ് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ബാക്ക് പീസും ചെയ്തെടുക്കുക. അങ്ങനെ രണ്ട് പീസ് നമ്മൾ ചെയ്തെടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്താണ് നമ്മൾ സ്ലീവ്. ഓക്കെ, ഇനി സ്ലീവാണ് ചെയ്യേണ്ടത്. ഇത് സെൻറ്ററിൽ വരുന്ന ഭാഗമാണ്.
മറ്റേത് ഇത് ഏറ്റവും എൻഡ് വരുന്ന സ്ലീവിൻ്റെ എൻഡ് വരുന്ന ഭാഗം. ഇത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ ജോയിൻ ചെയ്യേണ്ട ഭാഗമാണ് ഈ ഒരു ഭാഗം. ഓക്കെ, അത് മടക്കിയിട്ട് ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് എലാസ്റ്റിക് ഇടാൻ പറ്റുന്ന ഒരു ചെറിയ ഏറ്റവും കുഞ്ഞ് എലാസ്റ്റിക് ഇല്ലേ, 4 ഇഞ്ചാണെന്ന് തോന്നുക, 4 ഇഞ്ചായിരിക്കും, അത്രയും ചെറിയ എലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന പോലെയുള്ള ഗ്യാപ്പ് വെച്ചിട്ട് വേണം നമ്മളിത് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലേ, ഈ ഒരു ഭാഗം ഇങ്ങനെ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, 2 ഭാഗവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എലാസ്റ്റിക് എത്ര അളവിൽ കട്ട് ചെയ്തെടുക്കണം എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് 6 ഇഞ്ചാണ് നെക്ക് ലെങ്ത്ത് വേണ്ടതെങ്കിൽ 6 ഫ്രണ്ടിലേക്ക് 6 ബാക്കിലേക്ക് പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ എടുക്കുക. പക്ഷേ അങ്ങനെ എടുക്കരുത്. കാരണം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എലാസ്റ്റിക് വളരെ കുറച്ച് മാത്രമേ എടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് എടുത്തു. ഓക്കെ, കാരണം നമ്മളിത് ഫസ്റ്റ് ടൈം ആണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാനിത് കട്ട് ചെയ്തെടുത്തു. അപ്പോഴാണ് വീഡിയോ ഒക്കെ അങ്ങനെ എടുത്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ഭാഗത്തേക്ക് 13ഉം ഒരു ഭാഗത്തേക്ക് 13, അങ്ങനെ 2 ഭാഗത്തേക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ നെക്ക് ഇത്രയാണ് വരുന്നതെന്നൊക്കെയുള്ള ആ കാൽക്കുലേഷനാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ എലാസ്റ്റിക് ആയതുകൊണ്ട് അത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വല്ലാണ്ട് ഇറങ്ങിപ്പോകുന്നു. അവസാനം ഞാൻ വീണ്ടും അഴിച്ചിട്ട് എലാസ്റ്റിക് കുറയ്ക്കേണ്ടി വന്നു. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, കറക്റ്റായിട്ടുള്ള ഒരു നെക്ക് ലെങ്ത്ത് എടുക്കരുത് ഈ എലാസ്റ്റിക് വെക്കുമ്പോൾ. ഓക്കെ, അത് ഞാൻ ഇനിയിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, എലാസ്റ്റിക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് ഇങ്ങനെ ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും അത്രയൊന്നും ഇറക്കം വരില്ല, കറക്റ്റായിട്ടുള്ള ഇറക്കം കിട്ടും എന്നാണ്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സ് ഇടുമ്പോഴായിരിക്കും നെക്ക് വല്ലാണ്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണ്ട, ഒരു 4 4 4 8 1 9 എടുത്താൽ മതി. 9 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. കാരണം ബാക്കി വന്നത് ഞാൻ വീണ്ടും കട്ട് ചെയ്തു എന്നിട്ടാണ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും അങ്ങനെ വരരുതെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇതിപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും അതേപോലെ അഴിച്ച് മാറ്റി വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും റിസ്ക് എടുക്കണ്ട. ഒരു 9 10 അതിൻ്റെ ഉള്ളിലെടുത്താൽ മതി. കാരണം ഫ്രണ്ടിലേക്ക് 4ഉം ബാക്കിലേക്ക് 4, 1 ഇഞ്ച് അടി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 9 10 അതിൻ്റെ അപ്പുറത്തേക്ക് പോകണ്ട. അതിൻ്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇറങ്ങും, കഴുത്ത് ഇറങ്ങിയിട്ടേ വരില്ല. കാരണം എലാസ്റ്റിക് അല്ലേ, ക്ലോത്തിൻ്റെ വെയിറ്റ് കാരണം ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ എലാസ്റ്റിക് ഒക്കെ ഇട്ട് കഴിഞ്ഞ് എന്നിട്ട് 2 വശവും തയ്ച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. 2 വശവും ഒന്ന് തയ്ച്ചിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കണം ആദ്യം തന്നെ. ഞാനവിടെ ജസ്റ്റ് പിൻ ചെയ്ത് വെച്ചതാണ്, അത് തയ്ച്ച് ഫിറ്റ് ചെയ്യുക. അങ്ങനെയല്ലേ, ഈ ഒരു ഭാഗവും തയ്ച്ച് ഫിറ്റ് ചെയ്ത് അപ്പുറത്തും ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഡ്രസ്സിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗത്തേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതെന്നുള്ളതാണ് നോക്കേണ്ടത്. ഇതിൻ്റെ ഒരറ്റം ഉണ്ടല്ലോ, നല്ല വശമാണ്, നല്ല വശവും ഫേസ് ടു ഫേസ് ഇതേപോലെ വരുന്ന പോലെ വെച്ചിട്ട് ആ ഒരു കോണിൽ ഈ ഒരു എഡ്ജിൽ ഇങ്ങനെയാണ് വെക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചെരിച്ച് കൊടുക്കുക. ഇവിടുന്ന് ഇങ്ങനെ തയ്ക്കുക, കണ്ടില്ലേ, ഇവിടുന്ന് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. ഇതേപോലെയാണ് വരേണ്ടത്, ഫേസ് ടു ഫേസ് വരുന്ന പോലെയാണ് വെക്കേണ്ടത്, മാറിപ്പോരുത്. അതേപോലെ ഈ ഒരു സൈഡിലും ഫിറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല വശവും ഇതേപോലെ വരുന്ന പോലെ ഈ ഒരു കോണിൽ വെച്ചിട്ട് ആം ഹോളിൻ്റെ സൈഡിലേക്ക് ഈ ഒരു ചെരുവിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ 2 ഭാഗവും ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെ 2 ഭാഗവും ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഈ പീസ് ഇങ്ങനെ ബാക്കി വന്നിട്ടില്ലേ, അത് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എടുത്ത് മടക്കിയിട്ട് ഇങ്ങനെ വെക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ മേളിൽ നമ്മൾ ഇനി ഒന്നും കൂടി ചെയ്ത് വെച്ച ഒരു പീസ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് അതിൻ്റെ നല്ല വശം ഇതേപോലെ വരുന്ന പോലെ വെച്ചിട്ട് ഈ ഒരു കോണിൽ എങ്ങനെയാണോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള സെയിം അതേപോലെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 വശവും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും നെക്ക് കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്, നമ്മളെ നെക്ക് ഇറങ്ങിപ്പോകില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇട്ട് കഴിയുമ്പോഴത്തേന് ഇറങ്ങിപ്പോകുന്നുണ്ട്. അത് ഞാൻ വീണ്ടും പറയണത് എനിക്ക് പറ്റിയ പോലെ നിങ്ങൾക്ക് പറ്റരുത് എന്നുള്ളത് കൊണ്ടാണ്. കാരണം നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്ത് പോയില്ലേ, ഇനിയിപ്പോൾ എനിക്കത് എന്താ പറയുക മാറ്റി പിന്നെ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പ്രത്യേകിച്ച് പറയുന്നത്. ഇനി നമ്മൾ സ്ലീവിൻ്റെ എൻഡ് അതും നമ്മൾ മടക്കി തയ്ക്കണം. അതിൻ്റെ ഉള്ളിൽ കൂടെയും നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്ന പോലെയുള്ള ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ലീവിൻ്റെ ഇവിടെയുള്ള അളവുണ്ടല്ലോ, മുട്ടിൻ്റെ അവിടെയുള്ള ഈ ഒരു അളവാണ് എടുക്കുന്നത്. ഞാൻ എലാസ്റ്റിക് വെച്ചിട്ട് തന്നെയാണ് അളവെടുത്തിട്ടുള്ളത്. കുറച്ച് ടൈറ്റായിട്ട് എലാസ്റ്റിക് കിട്ടുന്ന പോലെ അളവ് എത്രയാണോ വരുന്നത് അത്, എന്നിട്ട് അതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുന്ന പോലെ, മനസ്സിലായോ? ഇതേപോലെ തയ്ച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എലാസ്റ്റിക് ഇടുന്ന പോലെ നമ്മൾ ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ഞാൻ അതും ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് തന്നെയാണ് വന്നിട്ട് ടൈറ്റായിട്ട് നിൽക്കുന്ന പോലെ കിട്ടേണ്ടിയിട്ടാണ്.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബോഡി ഷേപ്പ് ചെയ്യാം. ഫൈനലായിട്ട് ഇനി ഇത്തിരി സിമ്പിളാണ്, ചെയ്യാൻ സിമ്പിളാണ്, പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ബോഡി ഷേപ്പ് എൻഡ് വരയ്ക്കും ചെയ്ത് കൊടുക്കണം. പിന്നെ ലൈനിങ് ഒക്കെ ഒന്നിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്, സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നില്ല ഇതിൽ. കാരണം ഇത് മൊത്തത്തിൽ ലൈനിങ്ങുമായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതല്ലേ. പിന്നെ അതിന് മുന്നേ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സെയിം ക്ലോത്തിൽ എന്താ പറയുക, ബെൽറ്റ് പോലെ ചെയ്യാൻ വേണ്ടി ബാക്കിൽ ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടി നല്ല നല്ല വീതിയിൽ ക്ലോത്ത് ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. മനസ്സിലായ? ഉള്ളിൽ നമ്മുടെ ഷേപ്പിൻ്റെ കറക്റ്റ് അളവിലാണ്. ഷേപ്പ് എവിടെയാണോ ഇരിക്കുന്നത് അത് നിങ്ങൾ അളന്നിട്ട് നോക്കുക. ഷോൾഡർ ടു ഷേപ്പ് എവിടെയാണെന്ന് അളന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം അത് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഫിനിഷ് ആവുന്നുള്ളൂ. പിന്നെ ഇതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരുപാട് ബോഡി ഷേപ്പായിട്ട് ഇരിക്കണം എന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് സൈഡിൽ സിബ്ബ് വെച്ച് കൊടുക്കാമെന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. സൈഡ് സിബ്ബ് കൊടുക്കുക. അങ്ങനെ ഭയങ്കര ഷേപ്പായിട്ട് ഇരിക്കണം തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ. സൈഡിൽ മാത്രം സിബ്ബ് വെച്ച് കൊടുക്കുക. അല്ലാണ്ട് നമുക്ക് ഫ്രണ്ടിലോ ബാക്കിലോ സിബ്ബ് വെക്കാൻ ഭംഗി ഉണ്ടാവില്ല. സൈഡ് സിബ്ബ് കൊടുക്കുക. ഓക്കെ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഇട്ട് കഴിഞ്ഞപ്പോൾ ഷേപ്പായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ സൈഡ് സിബ്ബ് കൊടുത്താൽ നന്നായിട്ടിരിക്കുമെന്ന് തോന്നി. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. സ്ലീവൊക്കെ കണ്ടില്ലേ, ഇതേപോലെ പഫായിട്ട് വരുന്ന ടൈപ്പിൽ. പിന്നെ നെക്ക് ഞാൻ വീണ്ടും കട്ട് ചെയ്ത് കുറച്ചും കൂടി ഇറക്കം കുറച്ചതുകൊണ്ടാണ് നെക്ക് ഇത്രയെങ്കിലും ഇറക്കം കിട്ടിയിട്ട്, അല്ലാണ്ട് വല്ലാണ്ട് ഇറങ്ങിയിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നെക്ക് ആ ഒരു എലാസ്റ്റിക് ഫിറ്റ് ചെയ്യുമ്പം ശ്രദ്ധിച്ച് കൊടുക്കുക. പിന്നെ ഈ ഒരു മോഡൽ നമുക്ക് ട്രഡീഷണലായിട്ടും വെസ്റ്റേണായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇത് ഞാൻ ഓണം സ്പെഷ്യലായിട്ട് ടീനേജേഴ്സിന് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ കെട്ട് കൊടുത്തത് കണ്ടില്ലേ, ബാക്കിൽ കുറച്ച് തടിച്ച ടൈപ്പിൽ തന്നെയാണ് ആ ഒരു ബെൽറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോഴാണ് അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കുറച്ച് ബോ ആയിട്ടിരിക്കുന്നത് കാണാൻ രസമായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ നമുക്കിനി അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ.